മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചു 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സന്നിധാനത്തും പരിസരത്തു നിന്നുമായി വനംവകുപ്പിന്റെ സ്നേക് റെസ്ക്യൂ ടീം പിടികൂടിയത് 95ഓളം പാമ്പുകളെ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് ക്ഷേത്രം എന്നതിനാൽ വന്യജീവി സാന്നിധ്യം സ്വാഭാവികമാണെന്നും ഭക്തർ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മാത്രം മതിയെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്തർക്കും ജീവനക്കാർക്കും തടസ്സമാകുന്ന രീതിയിൽ കാണപ്പെടുന്ന പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിടുന്ന രീതിയാണ് അവലംബിക്കുന്നത്. പിടികൂടിയവയിൽ ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ്. സന്നിധാനത്തെ സ്നേക് റെസ്ക്യൂവർ ബൈജു പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ കഴിഞ്ഞ സീസണിലാണ് ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്കായിട്ട് വരുന്നത്. ഞാൻ വൈൽഡ് ആനിമൽ റെസ്ക്യൂവറാണ്. സ്നേക്കാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം സീസണിൽ 365ഓളം പാമ്പുകളെ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലുപരി ഇടക്കാലങ്ങളിലെല്ലാം നമുക്ക് പാമ്പുണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഒരു 4-6 മാസങ്ങൾക്ക് മുമ്പ് 4ഓളം രാജവെമ്പാലയെ നമുക്ക് ഇവിടെ സന്നിധാനത്ത് പിടിച്ച് കാട്ടിൽ ഉൾവനത്തിലേക്ക് വിടേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സാറിൻ്റെയും RO സാറിൻ്റെയും നിർദ്ദേശം അനുസരിച്ചിട്ടും നിലവിൽ നമ്മളെ BF സെക്ഷൻ ഓഫീസറായിട്ടുള്ള രാജേഷ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഈ വൈൽഡ് അനിമലായിട്ടുള്ള പാമ്പുകളെയും അതുപോലെ തന്നെ പന്നികളെയും പരിക്ക് പറ്റിയ പന്നികളെയും അതുപോലെ തന്നെ ഈ മലയണ്ണാൻ കുരങ്ങ് എന്നീ ജീവികളൊക്കെ നമുക്ക് സംരക്ഷിച്ചിട്ട് പ്രാഥമിക പരിചരണം കൊടുത്ത് നമുക്ക് കാട്ടിലേക്ക് അയക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വർഷം നമുക്ക് ഈ 22 ദിവസത്തിനുള്ളിൽ നമുക്ക് 95ഓളം പാമ്പുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്തിട്ട് കാട്ടിലേക്ക് വനത്തിലേക്ക് വിടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇപ്പോഴും യാത്രയിലാണ്. നമുക്ക് നിരന്തരമായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കോൾ എടുക്കാൻ പോയതാണ്, അത് ഉള്ളിൽ കയറി പോയി. ഇനിയിപ്പോൾ സന്നിധാനത്തും പമ്പയിലടക്കം നമ്മൾ 6ഓളം പേര് റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് നിൽക്കുന്നുണ്ട്. റെസ്ക്യൂർമാരായിട്ടുള്ള ആളുകൾ ഭക്തന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ശല്യമായി തീരുന്ന പാമ്പുകളെ നമ്മൾ പിടിച്ച് ഉൾവനത്തിലേക്ക് വിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. 15ഓളം പാമ്പുകളാണ്. 107 പാമ്പുകളിൽ 15ഓളം പാമ്പുകൾ നമുക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ട്. വിഷപ്പാമ്പുകളും അല്ലാത്തതായിട്ടുള്ള പാമ്പുകളുണ്ട്. കൂടുതലും കിട്ടുന്നത് വിഷമില്ലാത്ത ചേര, ട്രിങ്കറ്റ്, അതുപോലെ തന്നെ റാറ്റ് സ്നേക്ക്, പച്ചിലപ്പാമ്പ്, ബില്ലൂനി അങ്ങനെയുള്ള പാമ്പുകളാണ് കൂടുതലുള്ളത്. വിഷമില്ലാത്ത പാമ്പുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. പാമ്പിനെ കാണുന്ന പക്ഷെ ആരും പിടിച്ച് അത് നീക്കം ചെയ്യാതെ യഥാസമയം അതാത് സ്ഥലങ്ങളിലെ പോലീസുകാരെയോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ട് അതിനെ അവിടുന്ന് പിടിച്ച് മാറ്റാനുള്ള സൗകര്യം അയ്യപ്പന്മാരും മറ്റുള്ള ആളുകളും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ചെയ്തു തരുമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമസ്തേ. ചേര, ട്രിങ്കന്റ്, പച്ചിലപ്പാമ്പ്, വില്ലുന്നി തുടങ്ങിയ വിഷമില്ലാത്ത പാമ്പുകളെയാണ് കൂടുതലായി സന്നിധാനത്ത് കണ്ടുവരുന്നത്. ഈ സീസണിൽ പിടികൂടിയവയിൽ ഏകദേശം 15 മാത്രമാണ് വിഷമുള്ള ഗണത്തിൽപ്പെട്ടവയായി ഉണ്ടായിരുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് 365ഓളം പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നു. സീസൺ അല്ലാത്ത സമയങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏകദേശം 6 മാസം മുൻപ് സന്നിധാനത്ത് നിന്ന് 4 രാജവെമ്പാലകളെ പിടികൂടി ഉൾവനത്തിലേക്ക് വിട്ടിരുന്നതായും സ്നേക് ഉദ്യോഗസ്ഥൻ ഓർമ്മിക്കുന്നു. സന്നിധാനത്തും പമ്പയിലുമായി 6ഓളം പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് പാമ്പുകളെ പിടികൂടാൻ രംഗത്തുള്ളത്. നിരന്തരമായി ലഭിക്കുന്ന കോളുകൾക്കനുസരിച്ച് പാമ്പുകളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. പാമ്പുകൾക്ക് പുറമെ പരിക്കേറ്റ കാട്ടുപന്നികൾ, കുരങ്ങുകൾ, മലയണ്ണാൻ തുടങ്ങിയ ജീവികൾക്കും വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെയും റേഞ്ച് ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം സംരക്ഷണവും ചികിത്സയും നൽകി വരുന്നുണ്ട്. ഭക്തർക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെല്ലാം നോക്കാം. പാമ്പുകളെ കണ്ടാൽ അവയെ ഉപദ്രവിക്കാനോ പിടിക്കാനോ ശ്രമിക്കാതെ സുരക്ഷിതമായി അകലം പാലിക്കണം. ഉടൻ തന്നെ പോലീസിനെയോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ വിവരം അറിയിക്കണമെന്നും റെസ്ക്യൂവർ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങൾ തീർത്ഥാടകർ ശ്രദ്ധിക്കണം. തീർത്ഥാടകർ സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രധാന പാതകളിലൂടെ മാത്രം സഞ്ചരിക്കുക. പുല്ല് വളർന്നു കിടക്കുന്ന ഇടങ്ങളിലോ കല്ലുകൾക്കിടയിലോ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അവിടങ്ങളിൽ വിശ്രമിക്കുന്നത് ഒഴിവാക്കുക. വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. പാമ്പ് കടിയേറ്റാൽ അടിയന്തര ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ സന്നിധാനത്തും പമ്പയിലും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു.